ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം നമുക്കിന്ന് കൊട്ടാരക്കരയിലെ വീട്ടിലത്തെ ഒരു വീഡിയോ ആയാലോ? ഒരു മോർണിംഗ് വിശേഷങ്ങൾ. മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല കൂൾ, നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും കുക്കിങ്ങിൻ്റെ തിരക്കിലാണ്. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കറിയും അതേപോലെ തന്നെ നമ്മുടെ അപ്പമായിരുന്നു. അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്, അമ്മ ഉച്ചക്കലത്തേക്ക് പാവയ്ക്ക അരിഞ്ഞ് ഇടുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സമയമാണ് കേട്ടോ കുറച്ച് വിശേഷങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാനുണ്ടാവണമൊക്കെ സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ജോലിയും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ഞാനിപ്പം കാര്യമായിട്ട് ഒന്നും ചെയ്യാറില്ല. രാവിലത്തെ ഈ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ എനിക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടാറുള്ളൂ. ബാക്കിയുള്ള സമയം മൊത്തം ഞാൻ ഡോക്ടറെ കാണിക്കലും പിന്നെ ഓരോ കാര്യങ്ങൾക്ക് ആയിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നടക്കൽ തന്നെയാണ് കേട്ടോ പണി. ഞാൻ അമ്മയോട് പറയുമായിരുന്നു, എനിക്ക് ഈ തലവേദന ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എന്തൊക്കെയായാലും ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. തലവേദന തലവേദന മാത്രമല്ല, ബാക്കി കുറേ നമുക്ക് പണ്ടത്തെ പോലെയല്ല. എൻ്റെ അമ്മേനൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വേദന പറയണ കേട്ടിട്ടേ ഇല്ല. പക്ഷേ ഞാനൊക്കെ ഈ പ്രായത്തിലെത്തിയപ്പോഴന്നെ അവിടെ വേദന ഇവിടെ വേദന അങ്ങനെയൊക്കെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു. എന്താ അല്ലേ വ്യത്യാസം, നമ്മുടെ ഫുഡിൻ്റെയും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദിയക്കുട്ടി ഓടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവളിപ്പോൾ ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ അവൾ വന്നിങ്ങനെ അപ്പോൾ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റിനുള്ള ഉള്ളിയൊക്കെ വഴട്ടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ സൈഡിൽ പാവയ്ക്കയും വഴട്ടിയിട്ടൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാവയ്ക്ക ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. അപ്പോൾ ഇതാ മുട്ടക്കറിയൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ ഇതാ അടുത്തത് അപ്പം ചുടൽ പരിപാടിയിലേക്കായിരുന്നു. അപ്പം അതിൽ ഞാൻ എക്സ്പെർട്ട് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയടുത്ത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അപ്പത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ അടുക്കളയിൽ കയറാൻ കിട്ടാറില്ല. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങി. പിന്നെ ഇതൊക്കെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് കേട്ടോ. വൈകുന്നേരം ഇവിടെ സീരിയലങ്ങ് തുടങ്ങും കേട്ടോ. ഒരു 9-10 മണി വരെ. പിന്നെ ബിഗ് ബോസും കഴിഞ്ഞിട്ട് അച്ഛൻ കിടക്കാറുള്ളൂ. അങ്ങനെ പിന്നെ രാത്രി വരുന്നപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയും ചില്ലി ചിക്കനും ബീഫും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് പറഞ്ഞ് മേടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊറോട്ടയിൽ ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് അതിന് നല്ല രീതിയിൽ കുതിർത്ത് വേണം കഴിക്കാൻ. പക്ഷെ അത്ര ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതെടുത്തു. എന്നിട്ട് പിന്നെ ചില്ലി ചിക്കനും ബീഫും ഒക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. സത്യം പറയാമല്ലോ, ഈ ഒരു ടേസ്റ്റ് എവിടെയും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ചിക്കനും അതിൻ്റെ ഒരു പീസും പിന്നെ ഉള്ളിയും, ആ ബീഫിൽ കിട്ടുന്ന ഉള്ളീൻ്റെ ഒരു പ്രത്യേക സ്വാദുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് മതിമറന്ന് കഴിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.